ഇന്ന് ഏപ്രിൽ 16 യുദ്ധത്തിൻ്റെ 48-ാം ദിവസം വൈകുന്നേരം വന്നിരിക്കുന്ന ശുഭകരമായ രണ്ട് സൂചനകൾ. ഒന്ന്, ഇസ്രയേലും ലെബനോനും തമ്മിൽ നേതാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ സംസാരിച്ചതിന് ശേഷം മിക്കവാറും ഇന്ന് രാത്രി ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബറാഖ് റാബിഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഭരണാധികാരികളുമായിട്ടും നേരിട്ടൊക്കെ ബന്ധമുള്ള പല പല സോഴ്സുകളുമായിട്ട് ഇൻഫർമേഷൻ എടുത്ത് നമുക്ക് തരുന്ന ഒരു ആക്സിയോസിൻ്റെ റിപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്നത് മിക്കവാറും ഇന്ന് രാത്രി തന്നെ അങ്ങനെ ഒരു വെടിനിർത്തലിൽ ഇസ്രയേലും ലെബനോനും എത്തുമെന്നാണ്. അതിന് കാരണമായിട്ട് പറയുന്നതിന് ഒരു കാര്യം കൂടി പെട്ടെന്ന് പറയാനുള്ളത്, ട്രംപുമായിട്ട് ലെബനോൻ്റെ പ്രസിഡന്റ് നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലുമായിട്ട് സംസാരിക്കുന്ന കൂടാതെ ഇങ്ങനെയും സമാന്തരമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ബറാഖ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ നല്ല സൂചന, അമേരിക്കയും ഇറാനും തമ്മിൽ ഏതായാലും സമഗ്രമായൊരു സമാധാന കരാറിൽ പെട്ടെന്നെത്തുമോ എന്ന് സംശയം നിലനിൽക്കുമ്പോഴും ഒരു താൽക്കാലികമായിട്ടുള്ള ഇപ്പോൾ വെടിനിർത്തൽ കൊണ്ടുപോകുന്നില്ലേ, അതുപോലെ പരസ്പരം ആക്രമിക്കാതിരിക്കാനുള്ള ഒരു താൽക്കാലിക ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി മധ്യസ്ഥന്മാർ ശ്രമിക്കുകയും അത് വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് എന്ന് പറയപ്പെടുന്നു. ആ സൂചനയും ഇന്ന് വൈകുന്നേരം വരികയാണ്. പെട്ടെന്ന് യുദ്ധം നിർത്തിപ്പോകുമെന്നാരും പറയാൻ സാധ്യതയില്ലെങ്കിലും ഇപ്പോൾ നിലവിലുള്ളൊരു വെടിനിർത്തലിൻ്റെ അവസ്ഥ കുറച്ചങ്ങോട്ട് നീട്ടുകയോ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ആക്രമിക്കില്ല എന്ന് പറയുന്ന ധാരണാപത്രത്തിൽ എത്തുകയോ ചെയ്യും എന്ന് നിരീക്ഷകർ കരുതുകയാണ്. ഇത് ഇറാൻ്റെ തന്നെ ചില ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഈ വന്ന റിപ്പോർട്ടിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അമേരിക്കയ്ക്കും അത് താൽപ്പര്യമാണെന്ന അറിയിപ്പ് വന്നതായും ഇതേ സോഴ്സ് തന്നെ പറയുകയാണ്. യുദ്ധരംഗത്തു നിന്നുള്ള മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് യുഎയിലെ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന അറിയിപ്പും അതിനെ തുടർന്ന് ഞങ്ങളോട് ഒരുപാട് രക്ഷകർത്താക്കൾ വിളിച്ചു ചോദിച്ച കാര്യങ്ങളും അതൊന്ന് സൂചിപ്പിക്കാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ പറഞ്ഞു ഏപ്രിൽ 20 സ്കൂൾ തുറക്കുകയാണല്ലോ, അപ്പോൾ ബസ്സുകളിൽ കുട്ടികളെ കൊണ്ടുവരുന്ന രീതി തൽക്കാലം വേണ്ട, അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രക്ഷകർത്താക്കൾ തന്നെ നേരിട്ട് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന രീതിയായിരിക്കും പിന്നീട് ഉണ്ടാവുക. എന്നാൽ പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഹൈബ്രിഡ് സിസ്റ്റം നടപ്പിലാക്കാം എന്ന അനുമതിയും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാം. അതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെങ്കിലും എല്ലാ ആഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിവ്യൂ നടക്കാറുണ്ട് യുഎയിൽ. അപ്പോൾ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെയോ ഈ രീതിയിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതകളും നമ്മൾ കാണണം. ഏതായാലും ബസ് സർവീസുകൾ തൽക്കാലം ഇല്ല, സ്കൂൾ ബസ്സിൻ്റെ സർവീസ് ഇല്ല എന്ന് പറയുമ്പോൾ ഓരോ സ്കൂളിനും കേസ് ടു കേസ് ആയിട്ട് അവരുടെ കുട്ടികളുമായിട്ട് ഈ വിഷയത്തിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം കൂടി മിനിസ്ട്രി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും ആശങ്ക വേണ്ട, പോകാൻ പറ്റുന്നവർക്ക് പോകാമെന്നും അല്ലാത്തവർക്ക് ഓൺലൈനിൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നും, അതല്ലെങ്കിൽ ഇനി എല്ലാവർക്കും ഓൺലൈനാണോ സൗകര്യം എങ്കിൽ അതനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും, അതൊക്കെ ഓരോ സ്കൂളിലും ഒരു പരമാധികാരം കൊടുക്കുന്ന വിധത്തിലാണ്, അവരുടെ സൗകര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇക്കാര്യം മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പല സ്കൂളുകളിലും, പ്രത്യേകിച്ച് വടക്കൻ എമിറേറ്റിലെ അതുപോലെ കിഴക്ക് ഭാഗത്തുള്ള ഫുജേറ അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ടാക്സി എടുത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. ടാക്സികളുടെ എണ്ണം തന്നെ പൊതുവേ കുറവാണ്. അതല്ലെങ്കിൽ പാരൻസ് രാവിലെ കൊണ്ടാക്കിയിട്ട് വളരെ ദൂരെ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്കൊന്നും വന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അതാത് സ്കൂളുകൾ അതാത് രക്ഷകർത്താക്കളുമായി സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റൻഡൻസിൻ്റെ കാര്യം, ഫ്ലെക്സിബിലിറ്റിയിലെ കാര്യം, അതുപോലെ കുട്ടികൾക്ക് തിരിച്ചു വരുന്ന കുട്ടികൾക്കും ഒരു ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്. ആ കാര്യം കൂടി സ്കൂളിൽ അഡ്രസ്സ് ചെയ്യണം. നാട്ടിലകപ്പെട്ട കുട്ടികളുണ്ട്, അവർ തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ അറ്റൻഡൻസ് എന്താണ്, എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന ഒരു തുറന്ന വിചാരധാര സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒമാൻ്റെ ഭരണാധികാരിയും ഖത്തർ അമീറും ഇന്ന് മസ്കറ്റിൽ ചർച്ച നടത്തി. ഈ മേഖലയിൽ യുദ്ധം ഉണ്ടാക്കി വച്ചിരിക്കുന്ന അവസ്ഥ, എല്ലാവരുടെയും സുരക്ഷ, ജനങ്ങളുടെ ആശങ്കകൾ, ഇതെല്ലാം ചർച്ചയിൽ വന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആഫ്രിക്കൻ പര്യടനം നടത്തി വരുന്ന മാർപ്പാപ്പ ഇന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ശ്രദ്ധേയമാണ്. ഈ ശതകോടികൾ ചെലവഴിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഭരണാധികാരികൾ അവർ സ്വേച്ഛാധിപതികളാണ്, നരാധവന്മാരാണ് എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന പദം ടൈറൻസ് ആണ് അങ്ങനെയുള്ള ഭരണാധികാരികളെന്നാണ്. ഏതായാലും അമേരിക്കയുടെ മാത്രം ചിലവൊന്നും പരിശോധിച്ചാൽ കഴിഞ്ഞ 48 ദിവസമായി, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനുള്ള ഇപ്പോൾ കൂട്ടുന്നില്ല,
42 ദിവസമായിട്ട് ഔദ്യോഗികമായ കണക്ക് തന്നെ പറയുന്നത് 40 ബില്യൺ മുതൽ 80 ബില്യൺ വരെ ഡോളർ ചെലവഴിച്ചു എന്നാണ് ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം. അമേരിക്കയുടേതല്ലാത്ത എന്നാൽ ഇസ്രായേലുമായി പങ്കുചേരുന്ന വളരെ വിദൂരത്ത് കിടക്കുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ചെലവഴിച്ച തുകയാണ് 80 ബില്യൺ കണക്കിൽപ്പെടുന്ന തുകയായിട്ട് പറയുന്നത്. 80 ബില്യൺ എന്ന് പറയുമ്പോൾ 8,000 കോടി ഡോളറാണ്. ഇന്ത്യൻ രൂപയിലൊക്കെ ആക്കാൻ വേണ്ടി ഏതാണ്ട് 100 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ എന്തുമാത്രം വളരെ വലിയ സംഖ്യയിലേക്കാണ് ആ ചിലവ് പോകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷേ ഇത്രയും ദിവസം 48-50 ദിവസമായിട്ട് ട്രംപ് ശ്രദ്ധ കൊടുക്കുന്ന മുഴുവൻ ഇറാൻ കാര്യങ്ങളിലാണ്. അപ്പം നാട്ടുകാർ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഇവിടെ അകത്തുള്ള കാര്യം എന്ത്, എങ്ങനെ, ആര് ചർച്ച ചെയ്യും. അതേ തുടർന്ന് ഇപ്പോൾ ലാസ് വെഗാസിലേക്ക് ഇന്ന് രാത്രി അദ്ദേഹം പോയിട്ട് ഇവിടുത്തെ ടാക്സ് പ്രശ്നം, അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങൾ, തൊഴിലിൻ്റെ വിഷയം, വിലക്കയറ്റത്തിൻ്റെ വിഷയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഇറാനെക്കുറിച്ച് പരാമർശിക്കാത്തൊരു പൊതുവേദി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇന്ന് രാത്രി ചർച്ചയ്ക്ക് പോകുന്നു. അവിടെ പലരെയും കാണുന്നു എന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ ഇന്നും ലെബനോനിൽ ശക്തമായ ആക്രമണം നടത്തി. ഖാസമിയ പാലം എന്ന് പറയുന്ന സൗത്ത് ഭാഗത്തുള്ള വളരെ സുപ്രധാനമായ പാലം തകർന്നു എന്നാണ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ 13 കപ്പലുകളെ ഇന്ന് വഴിതിരിച്ച് വിട്ടു എന്നാണ് അമേരിക്കൻ സേന സൂചിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ്റെ പോർട്ടുകളിലേക്ക് ഒരു കപ്പലും വന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കില്ല, അതിനെ തടയുക തന്നെ ചെയ്യും. അത്തരത്തിൽ എല്ലാ ഏർപ്പാടും മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് അമേരിക്കൻ സേന വിലയിരുത്തിയിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സത്ത് ഇക്കാര്യത്തിൽ എത്ര കാലം ഉപരോധം തുടരേണ്ടി വരുമോ ഇറാൻ പോർട്ടുകൾക്ക് മേൽ അത്രയും കാലം തുടരുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.